കാസർഗോഡിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മെഡിട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സാധാരണ കുട്ടികളിൽ പല രീതിയിലുള്ള ഫുഡ് അലർജിയെക്കുറിച്ച് നമ്മൾ കാണാറുണ്ട്. ഈ വിഷയമാണ് ഇന്ന് മെഡിട്രാക്ക് ചർച്ച ചെയ്യുന്നത്. ഈ ഫുഡ് അലർജിക്കുള്ള കാരണങ്ങൾ, അതിൻ്റെ ചികിത്സാ രീതികൾ, മറ്റ് റിയാക്ഷൻസ് ഒക്കെയാണ് ഇന്ന് നമ്മൾ മെഡിട്രാക്ക് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡിൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് മാംഗ്ലൂർ ജ്യോതി KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യൻ Dr.Soundarya.M ആണ്. മാം വെൽക്കം. വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സി മാം, സാധാരണ കുട്ടികളിൽ പല രീതിയിലുള്ള ഫുഡ് അലർജി ഉണ്ടാകാറുണ്ട്. സി ആക്ച്വലി വാട്ട് ഈസ് ഫുഡ് അലർജി? ഫുഡ് അലർജി ആണ്, ഇറ്റ് ഈസ് abnormal reaction to normal foods. Now normally children should be able to eat എല്ലാ type of food children കഴിക്കണം. Okay. But sometimes കുറച്ച് കുട്ടികൾക്ക് some foods കഴിച്ചെങ്കിൽ സഡൻ ബോഡി അതിന് ഫുഡിനുള്ളിൽ പോയി പിന്നെ സഡൻ റിയാക്ട് ആവും. ദാറ്റ് റിയാക്ഷൻ എല്ലാ കുട്ടികളും ഉണ്ടാവില്ല, ഫ്യൂ കുട്ടികൾക്ക് ദാറ്റ് ഫുഡ് அந்த குட்டிக்கு அலர்ஜின்னு போல ரியாக்ஷன். ஸோ இட் இஸ் கால்ட் ஃபுட் அலர்ஜி. இந்த ஃபுட் அலர்ஜி ப்ரிடாமினெட்லி ப்ரோட்டீன் ஃபுட்டுக்கு உண்டு. ப்ரோட்டீன்ஸ் மீன்ஸ் கவுஸ் மில்க் ப்ரோட்டீன், சீ ஃபுட், mussels, crab, prawn, shrimp, and the seafood protein, sometimes fish, sometimes wheat or protein, gluten parayathu wheat protein. Then we have egg, pinna groundnut, the nalakadalai, and the other type of nut, cashew nut, pine nuts, almonds, badam, idella full group, nut group. Idella usual common item what we see types of food allergy in children. But yes, ഏതേ ഫുഡ് ഇരിക്കട്ടും അലർജി പോസിബിൾ ഉണ്ട്. സി മാം, ഇത്തരത്തിൽ ഇപ്പം മാഡം ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ കോമൺ ആയിട്ട് കാണുന്ന ഈ ഫുഡ് അലർജിയിൽ വരുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഓക്കെ, ഈ തരത്തിലുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന റിയാക്ഷൻസ്, വാട്ട് ആർ ദ റിയാക്ഷൻസ്, വാട്ട് ആർ ദ സൈൻസ്? What are the signs? Now what happens, there are two main types of food allergy. Okay. One is called immediate. Okay. And one is little delayed. ഞാൻ രണ്ട് ബോൾ കുട്ടികളും നോക്കിയിട്ടുണ്ട്. Yeah. ഇമ്മീഡിയറ്റ് റിയാക്ഷൻ എന്നെങ്കിൽ കുട്ടി ഫുഡ് കഴിച്ച് വിത്തിൻ 15 minutes to 1.5 hours. Okay. സഡൻ ബോഡി റിയാക്ഷൻ, സഡൻ വോമിറ്റിംഗ്, Yeah. സഡൻ ഇങ്ങനെ ലിപ്സ് എല്ലാം സ്വെല്ലാനത്, Okay. ഫുൾ റെഡ് റാഷിൽ ரொம்ப ഇച്ചിങ്, Yeah. സഡൻ സ്നീസിങ്, സഡൻ ചെസ്റ്റ് ആയിട്ട് ടൈറ്റ് ആണത്, പിന്നെ ഇങ്ങനെ ശ്വാസമുട്ടൽ പോൽ ബ്രീതിങ് ഡിഫിക്കൽട്ടി ആവും, പിന്നെ സഡൻ നേസൽ ഡിസ്ചാർജ്, കണ്ണ് ചൊറിച്ചൽ. വിത്തിൻ 15 minutes to 1.5 hours of eating the allergic food, sudden body react ആവും. അപ്പോൾ തനക്ക് കുട്ടി ഈസ് വെൽ. Okay. സഡൻ കഴിച്ച പിന്നെ all this reaction will start. That is called immediate or IgE type of food allergy. Okay. ഇപ്പോൾ delayed food allergy, there is a entity. Okay. Delayed food allergy is when not immediately, sometimes 2 to 3 hours to 4 to 6 hours later, Okay. vomiting, Okay. loose motion, പിന്നെ okay, baby will be okay. But every time on the food കഴിക്കുമ്പോൾ sudden lot of vomiting, sometimes loose motion, Okay. sometimes motion the blood ഉണ്ടാവും, and sometimes ചെറിയ കുട്ടികൾക്ക് within 1 year Okay. കുറേ ലൂസ് മോഷൻ ആയിട്ട് ഡീഹൈഡ്രേഷൻ ആവും. Okay. So that is non-IgE type of food allergy. Okay. So both types and the food തിരിച്ച് കഴിക്കുമ്പോൾ same reaction ആവും. But ഈ immediate type of food allergy the reaction can be very severe. Okay. അതേ ഞങ്ങൾ anaphylaxis എന്ന് പറയും. Anaphylaxis means sudden BP drop, Okay. ഹാർട്ടിക്ക് അത്ര ബ്ലഡ് കിട്ടുന്നില്ല, ബ്രെയിനിക്ക് അത്ര ബ്ലഡ് കിട്ടുന്നില്ല, സഡൻ ഫെയിൻറ്റിങ് എപ്പിസോഡ്, സഡൻ ഇങ്ങനെ நம்ம ശ്വാസകോശം ഇങ്ങനെ ഫുള്ള് ക്ലോസ് ആവും. then child finds it difficult to breathe, no oxygen, Okay. airway close ആവും. so this is called very severe reaction. That is why it is important to know food allergy or not. Okay. ഇപ്പോൾ എല്ലാം പേടിച്ചിട്ട് many people say everything allergy. Importance of this session is that everything is not allergy. Okay. Only you must search for these symptoms. ഇതിൽ നിന്ന് മാത്രം it is allergy. Immediate reactions ചില ഫുഡ് Reaction or delay കഴിക്കുമ്പോൾ അതേ ഫുഡിൽ. സോ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ടെസ്റ്റ്. ഏത് റിയാക്ഷൻ സഡൻ ആയിട്ട് സിവിയർ ആവും വി ഡു നോട്ട് നോ. സോ അതുകൊണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ അലർജിസ്റ്റ് കിட்ட പോയിട്ട് ടെസ്റ്റ് ആക്കാൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സി മാം, വൺ മോർ ഡൗട്ട്. സി ചിലപ്പോൾ ഫാസ്റ്റ് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ചിലപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആഫ്റ്റർ 1 days or maybe after 1 or 2 days there will be some reactions or sign of food allergy. Why it is happened?
The fast food what is made, that is not what we call food allergy. What you are saying is correct. You eat burger, pizza today, after tomorrow or day after we will have this. there is a chance That of is getting food. actually can be two types. That can be infection, where you can have gastroenteritis type of symptoms. That is infection of the intestine. Innone fast food they use a little reuse of heated oils. Same oil heat ആയിട്ട് റീയൂസ് ആയിക്കൊണ്ടുണ്ടാവും. അതിൽ അബ്നോർമൽ ഓയിൽ പ്രോഡക്ട്സ് ഉണ്ടാവും. സെക്കൻഡ് റീഹീറ്റിംഗ്, ബർഗർ ചെയ്തിട്ട് കീപ് ഇറ്റ് ഇൻ ദ മൈക്രോവേവ് അഗൈൻ ഹീറ്റ് ആൻഡ് ഗിവ്, ഇത് പ്രാക്ടീസിലുണ്ട്. അതിൽ കുറച്ച് ബാക്ടീരിയ ടോക്സിൻസ് എല്ലാം റീഹീറ്റ് ചെയ്യുമ്പോൾ ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഇങ്ങനെ 1 day ആയി പിന്നെ 1 to 2 days ആയി പിന്നെ സഡൻ റിയാക്ഷൻ വരலாம். ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഫുഡ് അലർജി. ഫുഡ് അലർജി ഈസ് ഓൺ ദാറ്റ് ഡേ, അപ്പോൾ എല്ലാം പ്രശ്നം വരും. Most parents only will tell. ഇത് കഴിച്ച പിന്നെ തിരിച്ച് ഇതേ ആണുണ്ട്. So they only will usually be able to identify very well. See, such a case, അങ്ങനെ ഒരു പിന്നെ ഈ പറയുന്ന പോലെ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ വരുന്ന സമയത്ത് ചിലപ്പോൾ പാരന്റ്സ് പാനിക് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് പാരന്റ്സിനുള്ള അഡ്വൈസ് എന്താ മാം? എന്താണ് നമ്മൾ ഇമ്മീഡിയറ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഐ ഫീൽ ബിക്കോസ് ദിസ് ഇസ് എ മെഡിക്കൽ എമർജൻസി, സഡൻ അനഫൈലാക്സിസ് ആണെങ്കിൽ മെഡിക്കൽ എമർജൻസി. ഇപ്പോൾ മൈൽഡ് ഫുഡ് അലർജീസ് ആവും. ഓൺലി ടങ് ചൊറിച്ചൽ, ലിപ്പ് ഇച്ചിങ്, ത്രോട്ട് ഇച്ചിങ്, ഇതെല്ലാം വെരി കോമൺ വിത്ത് മൈൽഡ് ഫുഡ് അലർജി. മൈൽഡ് ഫുഡ് അലർജി ഇപ്പോൾ തിരിച്ച് ആണെന്നെങ്കിൽ ബെറ്റർ ടു നോട്ട് ഗിവ് ദ ഫുഡ്. ബിക്കോസ് ഏത് ടൈമിൽ അന്ത ഫുഡ് ഫുള്ള് ബ്ലോൺ സിവിയർ റിയാക്ഷൻ ആവും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് വെൻ ഫുഡ് അലർജി ഇസ് ദർ ടെസ്റ്റ് ആക്കാം. അലർജി ഉണ്ടെങ്കിൽ വി വിൽ അവോയ്ഡ് ദ ഫുഡ്. അലർജി ഇല്ല, we will go ahead and give the food, nothing to worry. But ഇപ്പോൾ അലർജി തുടങ്ങി മൈൽഡ് ആയിട്ടുണ്ടെങ്കിൽ എനി മൈൽഡ് ആന്റിഹിസ്റ്റമിനിക് ഇൻ ദ കോൾഡ് കോഫിൽ മൈൽഡ് മെഡിസിൻസ് ഉണ്ടാവും. ദാറ്റ് മെഡിസിൻ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് SOS വീട്ടിൽ. ബട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നല്ലത്. സോ ദാറ്റ് അവർ ചെസ്റ്റ് എല്ലാം നോക്കിയിട്ട് വീസിങ് ഉണ്ടാ, അത് ഡീഹൈഡ്രേഷൻ ഉണ്ടാ ബിക്കോസ് ഓഫ് വോമിറ്റിംഗ്, ലൂസ് മോഷൻ, അത് ചെക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഡോണ്ട് ട്രൈ ചാലഞ്ചിങ് ദ സെയിം ഫുഡ്. Last time pineapple kai തിരിച്ചു കൊടുത്ത് നോക്കാം. ഇത് റിസ്ക് we should not take at home. As much as possible in the time lips swell ആണത്, ജലദോഷമാണത്, ശ്വാസമുട്ടൽ വരുന്നത്, വോമിറ്റിംഗ്, ലൂസ് മോഷൻ, റാഷ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ ബെറ്റർ ടു റൈറ്റ് ഡൗൺ ദാറ്റ് ഫുഡ്. പിന്നെ പോയി ചെക്ക് ആക്കിയിട്ട് പിന്നെ തിരിച്ച് കൺട്രോൾഡ് ഹോസ്പിറ്റൽ എൻവയൺമെന്റിൽ നിങ്ങൾ കൊടുത്ത് നോക്കിയെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. ഇപ്പം ഫുഡ് അലർജി വന്നു കഴിഞ്ഞാൽ അതൊരു സിവിയർ സ്റ്റേജിലേക്ക് പോകുന്നു എന്നുള്ളൊരു സൈൻ. സ്വമേധയാ ഹൗ ടു റെക്കഗ്നൈസ് ദ പാരന്റ്സ്? Now most important is அந்த കുട്ടി ഫുഡ് കഴിച്ച പിന്നെ പറയും some stomach pain, tongue itching. എനി ടൈം ചൈൽഡ് ഇങ്ങനെ ചെസ്റ്റ് പിടിച്ചിട്ട് കുറച്ച് ബ്രീതിങ് ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കുട്ടിക്ക് തല കറങ്ങുന്നത്, ഫീലിംഗ് ഡിസി, അങ്ങനെ ഉണ്ടെങ്കിൽ we should take to hospital. Don't wait for child to collapse. Take to hospital the minute and the dizzy feeling inde illata kutti gontara feeling that child is not feeling well, sick look, sweating, idella indenge better to go to hospital immediately. But the food allergy ithanalla whatever we say, it is only India la thankfully 1%. Foreign deshatla it is very high. 10-15% children have food allergies. That is very very scary. எப்போது ஸ்கூல் கேன்டீன் எல்லாம் கழிச்சுட்டு சடன் கொலாப்ஸ் ஆனாலும் ரிஸ்க் உண்டு. பட் இப்போதைக்கு நம்ம கல்ச்சரில் நல்ல ஃபர்மெண்டட் ஃபுட்ஸு, பிரெஸ்ட் ஃபீடிங் எல்லாம் உண்டு. ஆல் ப்ரொடெக்டிவ் ஃபேக்டர்ஸ் நம்ம கல்ச்சரில் ஆல்ரெடி உண்டு. ஸோ நாங்களுக்கு ஆக்சுவலி நான் நோக்கியது ஃபுட் அலர்ஜி வெரி லெஸ், only 1%. ബട്ട് ഫുഡ് അലർജി ആവുമെന്ന് പേടിച്ചിട്ട് കുറേ പേരൻസ് ഫുഡ് കൊടുക്കുന്നില്ല. അത് ഞാൻ കൂടുതൽ നോക്കി. ഓൾമോസ്റ്റ് 95% അങ്ങനെ നോക്കുന്നുണ്ട്. ആവുമെന്ന് എല്ലാം ഫുഡ് കൺട്രോൾ ആക്കും പേരൻസ്. ചുമയുണ്ട് അതുകൊണ്ട് പാൽ കൊടുക്കുന്നില്ല, കഫം വരുന്നുണ്ട് അതുകൊണ്ട് പാല്, മുട്ട, ബ്രെഡ് എല്ലാം നിർത്തിയിട്ടുണ്ട്, വീട്ടൊന്നും കൊടുക്കുന്നില്ല. അത് ഞാൻ കുറെ കൊണ്ട് നോക്കി. ബട്ട് ആക്ച്വൽ ഫുഡ് അലർജി ഇസ് ലെസ്. The fear of food allergy is a lot. See ma'am, നമ്മൾ ഫുഡ് അലർജി ഇപ്പം മാഡം പറഞ്ഞല്ലോ, പാരൻസ് തന്നെ പാനിക് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. ആ ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ കോഷ്യസ് ആവണ്ടേ? ഫോർ എക്സാമ്പിൾ നമ്മൾ ചിലപ്പം ഫ്രീസറിലോ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഫുഡ് കൊടുക്കുന്ന ഒരു ശീലമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഫുഡ് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ കോഷ്യസ് ആവും? ഐ ഫീൽ ദാറ്റ് ഇപ്പോൾ ഫുഡ് അലർജി
വിഷയം ಬಗ್ಗೆ if you are going to talk. Okay. Cautious means ഒരു പ്രാവശ്യം റിയാക്ഷൻ ആയി പിന്നെ നെക്സ്റ്റ് ടൈം അതേ ഫുഡ് കൊടുക്കാൻ മുമ്പ് ഞങ്ങൾ കുറച്ച് കോഷ്യസ് ആയിരിക്കണം. ബെറ്റർ നോട്ട് ടു ചാലഞ്ച് അറ്റ് ഹോം. ബട്ട് ഫോർ ചിൽഡ്രൻസ് ജനറൽ ഹെൽത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് റീഹീറ്റ് ആക്കിയത്, രാവിലെ കുക്ക് ആക്കിയത്, രാത്രി തിരിച്ച് കൊടുക്കുന്നത്, ഇനി ചെയ്തത് നാളെ ഫ്രീസറിൽ ഇട്ടിട്ട് കൊടുത്തത് എത്ര അവോയ്ഡ് ചെയ്ത് അത്രയും നല്ലത്. பிகாஸ் உள்ளுக்குள்ளே இருக்கிற பாக்டீரியானா அப்போ தான் மல்டிப்ளை ஆகும். கரண்ட் போகும்போது ஃப்ரிட்ஜ் டெம்பரேச்சர் வில் கோ அப். அப்போ அந்த பாக்டீரியல் டாக்ஸின்ஸ்ல அப்போ மல்டிப்ளை ஆகும். அந்த ரிஸ்க் எடுக்க இஸ் நாட் குட். So this is away from topic of food allergy, but yes, it is the best for the parent not to give reheated foods. adu kondu fast foods and all are not to be given. And the burger la patty all that are made long time freezer la vechi pinna fry aakittu kudukunnathu. Oil is also hot and hot for very long. And the patty cheyidhu very long back. Angane idella infections ella kodukku. Adu avoid cheyan is best for health of children and adults. So you can say best for the health of all. Okay ma'am, how to diagnose the food allergy? Ipo hospital there are two types of diagnosis which we can do. One is nangal ipo kuttiyal type 1 meaning and the sudden acute rash, lip swelling, kannu chorchal angane immediate bol varat reaction endengil nangal evide skin test kodukkum. Skin test kodutengil nangal korcha and the food, let it be paal, let it be cow's milk, let it be this egg, korchi ingane number prepared extracts in the sterile extracts skin prick test nu parayadu. So skin test kodutha pinna nangal skin illa 0.3 microliter അത്തന മാത്രം കൊടുക്കും. അത്തന കൊടുക്കുമ്പോൾ സ്കിന്നിൽ ബിഗ് റെഡ് swollen reaction കാണും. That is 100% definitive diagnosis of food allergy to that food. Normal ആയിട്ട് ഞങ്ങൾ ഫുഡ് ഇവിടെ ഇട്ടിട്ട് കൊടുത്തെങ്കിൽ ഒന്നും റിയാക്ട് ആകൂടാതെ. It should be clean the skin. അത് റെഡ് റിയാക്ഷൻ ആയെങ്കിൽ it is skin prick test positive. That is the way to diagnose for food allergy. അത് acute life threatening type of food allergies. That non-IG type, delayed type of food reactions അതിൽ ഞങ്ങൾ സ്കിൻ ടെസ്റ്റ് യൂസ് ഇല്ല. അപ്പോൾ ഞങ്ങൾ പറയും കുട്ടിക്ക് ഞങ്ങൾ அந்த ഫുഡ് അത് മാത്രം, not mixed foods, only that food. Doubt is with only prawns. ഞങ്ങൾ പ്രോണോടെ എഗ് എല്ലാം മിക്സ് ആക്കി ഞങ്ങൾ കൺഫ്യൂസ് ആവും. പ്ലെയിൻ പ്രോൺ മാത്രം കൊടുത്തിട്ട് വെയിറ്റ് ആക്കിയിട്ട് ഹോസ്പിറ്റലിൽ നോക്കും വാട്ട് ഈസ് ഹാപ്പനിങ്. അതുപോലെ വോമിറ്റിംഗ് ലൂസ് മോഷൻ ഉണ്ടാ ഇല്ലയെന്ന് മോണിറ്റർ ആക്കും. വരുന്നില്ല then we are not going to diagnose food allergy. വന്നെങ്കിൽ we are going to avoid prawn. ഇപ്പോൾ in the non-IG type എല്ലാം we should avoid foods. ഏത് just വോമിറ്റിംഗ് ലൂസ് മോഷൻ ഉണ്ടോ ഞങ്ങൾ ഫുഡ് കുറച്ച് ഒരു 3 to 5 years അവോയ്ഡ് ചെയ്തിട്ട് തിരിച്ച് മെല്ലെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കാം. ബട്ട് ഞങ്ങൾ സഡൻ അക്യൂട്ട് റിയാക്ഷൻ, ലിപ് സ്വെല്ലിങ്, കണ്ണ് സ്വെല്ലിങ്, ശ്വാസം മുട്ടൽ അതുപോലെല്ലാം ഉണ്ടെങ്കിൽ വി ഷുഡ് അവോയ്ഡ് ഫുഡ് ഫോർ മച്ച് ലോങ്കർ ടൈം. 5-6 years ആയിട്ട് തിരിച്ച് ടെസ്റ്റ് ആക്കിയിട്ട് മാത്രം ഞങ്ങൾ ട്രൈ ആക്കണം. ബ്ലഡ് ടെസ്റ്റും ഉണ്ട്. ദേ ആർ നോട്ട് വെരി സെൻസിറ്റീവ്. ഇറ്റ് ഈസ് കോൾഡ് സ്പെസിഫിക് IgE. ലാബ്സ് ഉണ്ട്. വി ആർ ഡൂയിങ് ബ്ലഡ് ടെസ്റ്റ് ഓൾസോ. എപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഇഫ് ദേ ആർ നോട്ട് അലവിങ് ഫോർ സ്കിൻ ടെസ്റ്റ് അപ്പോൾ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബ്ലഡ് ടെസ്റ്റിൽ அந்த ആൻറ്റിബോഡി ടു ദ ഫുഡ്. നോർമലി ഫുഡുക്ക് ആൻറ്റിബോഡീസിൽ ഇരിക്കக்கூடாது, വൈറസ് ബാക്ടീരിയക്ക് ഇരിക്കണം ആൻറ്റിബോഡി. அந்த കുട്ടികൾക്ക് ഫുഡിക്ക് ആൻറ്റിബോഡി കിട്ടും ബ്ലഡിൽ. അത് ഹൈ ലെവൽ ഉണ്ടെങ്കിൽ യെസ് ഇറ്റ് ഈസ് ഡയഗ്നോസിസ് ഓഫ് ഫുഡ് അലർജി. See ma'am, positive allergy testing means what is that? Positive allergy testing means ingire kaiyila we will put a small dot of the food. Positive negative control ni inno rendu type control undu. Adan ittittu nangal compare cheyum. And the food evada skin la touch agittu nangal oru 1 millimeter just skin ulla and the food oru cheriya, it's not even a needle, almost very small tip la just press aagum. And the 0.3 microliter food ulla povum. அது உள்ள போயிங்க directly given just under the first few layers of skin. അങ്ങനെ കൊടുത്തെങ്കിൽ ഇപ്പോൾ ഈറ്റിംഗ് ഞങ്ങളുടെ ഭക്ഷണം കഴിച്ചെങ്കിൽ അത് വയറ്റിക്ക് പിന്നെ ബ്ലഡിക്ക് ഡയറക്റ്റ് ആയിട്ട് പോകുന്നില്ല. So ഇത് we are giving just under the top layers of skin. So immediate കൊടുത്ത പിന്നെ within 15 minutes ഞങ്ങളുടെ ബോഡിയുടെ ആൻറ്റിബോഡീസ് എല്ലാം അവിടെ വന്ന് அந்த ഫുഡ് ഡിസ്ട്രോയ് ആക്കാൻ നോക്കും അലർജി ഉണ്ടെങ്കിൽ. So அந்த ഫുൾ ഏരിയ ചോന്നിട്ട്
ஒரு கொது கடிச்சപ്പോൾ அங்கே பிக்காயிட்டும் ஆகும். ஓகே, that is called a positive food allergy to that food. ഓക്കെ, அதில் ஒன்றும் ரியாக்ஷன் இல்லை, that is negative food allergy. സി മാം, ഇത്തരത്തിലുള്ള പിന്നെ ഈ പറയുന്ന ഫുഡ് അലർജി ടെസ്റ്റ് ചെയ്യുന്നത് ഇപ്പം ഞാൻ പറഞ്ഞത് ഇത് റെക്കമെൻഡ് ചെയ്യുന്ന എല്ലാ പിന്നെ കുട്ടികളിൽ ഇത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? ചില കുട്ടികൾക്ക് പറ്റില്ല, അല്ലെങ്കിൽ ചില കുട്ടികൾ അങ്ങനെയുണ്ടോ? അങ്ങനെ അത് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് ഞങ്ങൾക്ക് എപ്പോഴെല്ലാം இந்த அனஃபைலாக்சிஸ் வெரி சீரியஸ் லைஃப் த்ரெட்டனிங் ரியாக்ஷன் ഞങ്ങൾക്ക് കേടുമ്പോൾ அந்த ടൈമിൽ ഞങ്ങൾ ബെറ്റർ തിരിച്ച് ഫുഡ് കൊടുത്തിട്ട് അത് തിരിച്ച് ആകാൻ റിസ്ക് എടുക്കാൻ ആവില്ല. ബിക്കോസ് ഓൾറെഡി കുട്ടിക്ക് ഓൾമോസ്റ്റ് ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ തനക്ക് കുട്ടി പോയിട്ടുണ്ട്. സോ ഞങ്ങൾ அந்த സിറ്റുവേഷൻസിൽ ഐ വിൽ നോട്ട് ഗിവ് ഫുഡ് അഗെയിൻ. ഞങ്ങൾ അപ്പോൾ ടെസ്റ്റ് ആക്കിയിട്ട് മാത്രം ഞങ്ങൾ തിരിച്ച് அந்த ഫുഡ് കൊടുക്കും. സോ அந்த കുട്ടികളിൽ ഇറ്റ് ഈസ് ഓൺലി സ്കിൻ ടെസ്റ്റ് ഓർ ബ്ലഡ് ടെസ്റ്റ്. ബട്ട് ഇൻ ദ ഡിലേഡ് ടൈപ്പ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഓറൽ ഇച്ചിങ് വേറെ ഒന്നും അത്തന്നെ റിയാക്ഷൻ ഇല്ല, அந்த കുട്ടികൾക്ക് ഞങ്ങൾ അങ്ങനെ ഫുഡ് കൊടുത്തിട്ട് ഹോസ്പിറ്റൽ കൺട്രോൾഡ് എൻവയൺമെൻറ്റ് എവിടെ ഓക്സിജൻ ലൈഫ് സപ്പോർട്ട് മെഡിസിൻസ് എല്ലാം ഉണ്ടോ அந்த സിറ്റുവേഷൻ ഞങ്ങൾ அந்த ഫുഡ് കൊടുത്തിട്ട് നോക്കാൻ പറ്റും. റിയാക്ഷൻ ഒന്നും ആയിട്ടില്ല, വിൽ ഡീലേബിൾ. റിയാക്ഷൻ ആയി അറ്റ്ലീസ്റ്റ് അത് കൗണ്ടർ ആക്കാൻ എല്ലാം മരുന്ന് ഉണ്ടാവും, ലൈക്ക് ദാറ്റ്. സോ വി വിൽ ഡു സ്കിൻ ടെസ്റ്റ് only in children where sudden acute severe reactions, where we cannot risk taking the food again because sudden something will happen. Children who are stable, who don't have acute reactions to food, yes, oral food challenge, that is the name, oral food challenge, controlled hospital environment we can definitely try. സി മാം നേരത്തെ പറഞ്ഞു അതെ ഫുഡ് അലർജി അല്പം നമ്മുടെ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഔട്ട് ഓഫ് സ്റ്റേറ്റിലെല്ലാം ആണെങ്കിൽ അല്ലെങ്കിൽ ഔട്ട് ഓഫ് കൺട്രി നോക്കുകയാണെങ്കിൽ നമ്മൾ ലെസ് ആണ്. സി എനി വൈ ഇറ്റ് ഈസ് കോമൺ ഫുഡ് outside the country? In foreign world there are the classical name westernization. Westernization means less of breastfeeding, less of normal deliveries, more of cesareans. Protection is because of living in big joint families, living in rural places, having a good attachment with nature. Our population, still our native is still our villages. So still that connect which we have, we don't have that many cesareans in our country as abroad. എല്ലാ തായ്കൾ ഇന്നും ബ്രസ്റ്റ് ഫീഡിങ്ങേ മോട്ടിവേറ്റ് ഉണ്ട്. And we have big families. So inganalla irukumbodhu our food allergy is much lesser. These are protective factors for food allergy. Single child, very clean, hygienic, ore or height ka hygienic, ella sanitizer la walk clean aakanunde, infections expose aakanilla, angana lifestyle, cesarean section in the born ay kuttiyadu formula fed ഇല്ലെങ്കിൽ വേറെ even though mother is there, ഇപ്പോൾ മദർ ഇല്ലാത്ത സിറ്റുവേഷനിൽ ഞങ്ങൾ ബ്രസ്റ്റ് ഫീഡ് കൊടുക്കാനാവില്ല. ബട്ട് വേർ മദർ ഇസ് ദെയർ ബട്ട് സ്റ്റിൽ മദർ ഫീൽസ് മിൽക്ക് ഇസ് ലെസ്സിന് ദേ ഗിവ് ദ ബോട്ടിൽ പാൽ ഫോർമുല മിൽക്ക്, അതെല്ലാം കൗസ് മിൽക്ക് ആക്ച്വലി, കൗസ് മിൽക്ക് ഗോഡ്സ് മിൽക്ക് എല്ലാം അതെല്ലാം ഫോറിൻ. അതെല്ലാം ജനിച്ച കുട്ടികളുടെ ഇത് കൊടുത്തെങ്കിൽ കുട്ടി ഇത് ബോഡി ഓൾറെഡി അതന്നെ അക്സെപ്റ്റ് ആക്കി ഫുഡോടെ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. മദർ മിൽക്ക് ഈസ് വെരി പ്രൊട്ടക്റ്റീവ്. ലിവിങ് ഇൻ ജോയിന്റ് ഫാമിലീസ് വിത്ത് ലിറ്റിൽ ഇൻഫെക്ഷൻസ് കമ്മിങ് ഈസ് വെരി പ്രൊട്ടക്റ്റീവ്. കുറേ ഹൈജീൻ വെരി വെരി സ്ട്രിക്റ്റ് ഹൈജീൻ നോക്കിയെങ്കിലും നല്ലതില്ല, അലർജിക്ക് നല്ലതില്ല. വി ഷുഡ് ബി ക്ലീൻ ബട്ട് വി ഷുഡ് നോട്ട് ബി സ്റ്റെറിലൈസ്ഡ്. We should be clean. Clean is good, but not Korea sanitizer. That is not good at all. That is when food allergy increases. Western la adalla ella kade food is processed, everything is very clean, infections very less, ella nuclear family, ella cesareans, ellarum bottle paal inde inganella irukumbodhu food allergy automatically starts common in Western countries. See ma'am, sudden food allergy reaction scene, when it goes to uncontrollable stage? Sir, food allergy can go to uncontrollable stage within 5 to 10 minutes. I have seen patients who have come, eaten one piece of beef, eaten, walked, illinda anga collapsed there. Pinna rushed to hospital,
ഗ്ലൂക്കോസ്லாம் കൊടുത്ത് மெல்ல வாபஸ் வந்தேன். பட் அது நோக்கும்போது இத்தனை பேடிச்சிட்டு எல்லாரும் நம்மகிட்ட வந்தேன். ஐ ஹவ் டெஸ்டட் ஃபார் பீஃப், வெரி பிக் ரியாக்ஷன், பிளட் டெஸ்ட்லேயும் வெரி ஹை ரியாக்ஷன். இப்போ அட்லீஸ்ட் 5 to 10 years I have told no beef for that child. I have seen children with cow's milk allergy. അവിടെ 200 കുട്ടി മിൽക്ക് കുടിച്ചിട്ട് ഗ്ലാസ് ടേബിളിലുണ്ട്, இந்த കുട്ടി அந்த ഗ്ലാസ് കുറച്ച് കീഴാക്കി. So one drop കുടിച്ച ഗ്ലാസ്സിലേന്ത് എത്ര ഉണ്ടാവും, one drop milk fell. இந்த കുട്ടി അത് മേലെ കാല് ഫുൾ സ്വെല്ലിംഗ് ആക്കിയിട്ട് വന്നിട്ടുണ്ട്. So that is how food allergy severe ഉണ്ടെങ്കിൽ immediately severe ആകും. But sometimes it can take up to 1 to 1.5 hours. Delayed reactions കുറച്ച് time ആവും. It will take 4 to 6 hours to react. Sometimes food and exercise the reaction ഉണ്ടാവും. And the food കഴിച്ചിട്ട് എക്സസൈസ് ചെയ്തെങ്കിൽ മാത്രം റിയാക്ഷൻ ആവും. ഫുഡ് കഴിച്ചിട്ട് എക്സസൈസ് ചെയ്തിട്ടില്ല റിയാക്ഷൻ ആവില്ല. വെരി വെരി റെയർ എൻറ്റിറ്റി. ഫുഡ് ഡിപ്പെൻഡൻറ്റ് എക്സസൈസ് ഇൻഡ്യൂസ്ഡ് അനഫൈലാക്സിസ് വെരി റെയർ എൻറ്റിറ്റി. ബട്ട് അതും ഐ ഹാവ് സീൻ ബേബീസ്. അതിൽ ഫുഡ് அந்த ഫുഡ് കഴിച്ചിട്ട് പിന്നെ എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ചൈൽഡ് ഈസ് ഫൈൻ. ഓക്കെ. സി മാം, ഫുഡ് ഐ സി ആക്ച്വലി ദർ ഇസ് എ ഫുഡ് അലർജി. ഓക്കെ, അവിടെ ഒരു അൺസീൻ റിയാക്ഷൻസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് അറൈസ് ചെയ്യാറുണ്ടോ? അൺസീൻ റിയാക്ഷൻ ഉണ്ട്, വെരി കോമൺ. ബട്ട് പുറത്ത് അത്ര കാണില്ല. Then how to recognize that one? They are not to worry, sir. Unseen reactions, essentially body is adjusting inside by itself. So அந்த reactions ಬಗ್ಗೆ we don't have to worry, because body താനാവേ കൗണ്ടർ ആണ്. It will not go to uncontrolled. It will not go to uncontrolled. But next time அந்த ഫുഡ് കൊടുക്കുമ്പോൾ കുറച്ച് റിയാക്ഷൻ ആവും. ഫസ്റ്റ് ടൈം unseen reaction, സെക്കൻഡ് ടൈം ഒരു 20% reaction, now itching, കണ്ണ് കുറച്ച് ചൊറിച്ചൽ, റാഷ്. തേർഡ് ടൈം can become massive reaction. So on the second time കുറച്ച് മൈൽഡ് റിയാക്ഷൻ ആകുമ്പോൾ ഞങ്ങൾ മൈൻഡിൽ ഒരു ഞങ്ങൾ റെക്കോർഡ് ചെയ്തിരിക്കണം. ഞങ്ങൾ ഇനി இந்த ഫിഷ് കൊടുത്തിന്, இந்த ഫുഡ് കൊടുത്ത്, ഗ്രൗണ്ട് നട്ട്സ് കൊടുത്ത്, ഗ്രൗണ്ട് നട്ട് ഓയിലിൽ പൊറിച്ചത്, അത് കൊടുത്ത പിന്നെ കുട്ടി കുറച്ച് പ്രശ്നമുണ്ട്. സോ നെക്സ്റ്റ് ടൈം ഞങ്ങൾ കുറച്ച് ജാഗ്രതയായിട്ട് മാത്രം കൊടുക്കണം. ദാറ്റ് ഈസ് ഹൗ വി ക്യാൻ ഹാവ് അൺസീൻ റിയാക്ഷൻ ഫസ്റ്റ്. ബട്ട് അതിൽ യൂഷ്വലായിട്ട് ഒന്നും പുറത്ത് കാണില്ല. ആൻഡ് കുട്ടികൾക്ക് അത് അൺസീൻ ആയിട്ട് ഉണ്ടാവും. ഈവൻ നെക്സ്റ്റ് ടൈം കുറച്ച് വയറുവേദന വരും, ഒന്നും ആവില്ല. വെരി വെരി മൈൽഡ് റിയാക്ഷനിൽ ഞങ്ങൾക്ക് ടെൻഷൻ എടുക്കാൻ ഒന്നുമില്ല. അത് സിവിയർ ആകുമ്പോൾ മാത്രം വി ഷുഡ് വറി. പിന്നെ ഫുഡ് അവോയ്ഡൻസ് ടെസ്റ്റിംഗ് അതാണ് വേണം. See, why I am asking ma'am this question, because maybe 1 or 2 year child or by birth, see just 1 month old child, like that we cannot identify whether it is, there is no reaction. Suppose the child is crying, it's quite natural. They are crying. Okay, then such a situation even parents cannot make out this one. That is why I am asking that. You are very correct. We have seen children where they have eaten this Nutri-Mix. ന്യൂട്രിമിക്സിൽ കുറേ ഐറ്റംസ് ഉണ്ടാവും. കാഷ്യൂ, ബാദാം, റൈസ്, വീറ്റ് എല്ലാം മിക്സ് ആയി ഉണ്ടാവും. അപ്പോൾ അതിൽ ഒന്നിക്ക് അലർജി ഉണ്ടെങ്കിൽ കുട്ടിക്ക് വയറുവേദന ഉണ്ടാവും. 6 months 7 month കുട്ടീസ് വയറുവേദന ഉണ്ടാവും, ക്രൈയിങ് അതിന് മേലെ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ அந்த ക്രൈയിങ് കുറച്ച് ടൈം ആയി പിന്നെ സ്റ്റോപ്പ് ആവും. ഇപ്പോൾ നെക്സ്റ്റ് ഡേ കൊടുക്കുമ്പോൾ அந்த ക്രൈയിങ്ങോട് വോമിറ്റിംഗ് ഉണ്ടാവും. പിന്നെ ഓക്കെ, ഇന്നും അതിനും ഞങ്ങളെ വിട്ട് തേർഡ് ഡേ വോമിറ്റിംഗ്, ലൂസ് മോഷനും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വന്ന് കറക്റ്റ്. നമുക്ക് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകർക്ക്, അതായത് പാരൻസിനോട് പ്രത്യേകിച്ചുള്ള ഒരു ജനറൽ അഡ്വൈസ് എന്താണ്? ജനറൽ അഡ്വൈസ് ഇസ് ദാറ്റ് ഫുഡ് അലർജി ഈസ് എ റെയർ കണ്ടീഷൻ ഞങ്ങളെ കൺട്രിയിൽ. സോ ഞങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല ഫുഡ് അലർജിയിൽ. ബട്ട് പേരൻസ് ആർ വെരി വെരി സെൻസിറ്റീവ് ടു ചിൽഡ്രൻ. പേരൻസ് പിന്നെ ഗ്രാൻഡ് പേരൻസ് എപ്പോൾ അത് എനി പേരൻറ്റ് ഗ്രാൻഡ് പേരൻറ്റ് ഒരു ഡൗട്ട് വന്നെങ്കിൽ ഇത് കൊടുത്ത പിന്നെ കുറച്ച് ഏതോ കുട്ടി നല്ലതില്ല, അപ്പോൾ വന്ന് ഒരു കൺസൾട്ടേഷൻ ചെയ്തിട്ട് ഒരു ക്ലിയർ ആക്കാൻ ബെറ്റർ റാദർ ദൻ ചാലഞ്ച് ദ ഫുഡ് അഗൈൻ. ദാറ്റ് സെഡ്, കഫമാണത് പാൽ കൊടുക്കുമ്പോൾ, ബനാന കൊടുക്കുമ്പോൾ, ഇങ്ങനെ റാഷ് മാത്രം വരുമ്പോഴെല്ലാം കുറേ ഫുഡ് സ്റ്റോപ്പ് ആക്കുന്നത്, ഇതെല്ലാം അത്തന്നെ കോഷൻ ആവശ്യമില്ല. ഫുഡ് അലർജി ഈസ് സ്റ്റിൽ ലെസ് ഇൻ അവർ കൺട്രി. ബട്ട് വെൻ റിക്വയർഡ് ഞങ്ങൾ ടെസ്റ്റ് ആക്കണം, സോ ദാറ്റ് വി ഡോണ്ട് മിസ് ദാറ്റ് വൺ ചൈൽഡ് ഓൾസോ.
മെഡിട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്ന് ഈ എപ്പിസോഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. പ്രത്യേകിച്ച് കുട്ടികളിൽ കാണുന്ന ഫുഡ് അലർജി, ആ ഫുഡ് അലർജിയുടെ കാരണങ്ങൾ, അതിൻ്റെ റിയാക്ഷൻസ്, അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ്, അതെങ്ങനെ ഡയഗ്നോസ് ചെയ്യുക, ഈ വിഷയമാണ് ഇന്ന് മെഡിട്രാക്ക് ചർച്ച ചെയ്തത്. ഈ വിഷയത്തിൽ കാസർഗോഡ് വിഷയൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ചത് മാംഗ്ലൂർ ജ്യോതി KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിഷ്യൻ Dr. Soundarya.M ആണ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്.